നമസ്കാരം. ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ അല്ലെങ്കിൽ ജീവിതം മുന്നോട്ട് നയിക്കുവാൻ ആവശ്യമായ പലവിധ കാര്യങ്ങളുണ്ട്. അതിൽ പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ ഒന്ന് തന്നെയാണ് പണം. നാം ഏവരും കലിയുഗത്തിൽ വസിക്കുന്നതിനാൽ തന്നെ പണത്തിന് അത്രമേൽ പ്രാധാന്യവുമുണ്ട്. പണമില്ലാതെ പല കാര്യങ്ങളും നടക്കണം എന്നില്ല. പണത്തിനായി അധ്വാനിക്കുന്നവർ തന്നെയാണ് ഏവരും. എന്നാൽ പലപ്പോഴും പലവിധ പ്രശ്നങ്ങളാലും പണം നിങ്ങളിലേക്ക് എത്തിച്ചേരാത്തതായ സാഹചര്യങ്ങൾ ജീവിതത്തിൽ രൂപപ്പെട്ടു എന്ന് വരാം. എത്ര തന്നെ ശ്രമിച്ചാലും പണം കൈകളിലേക്ക് വന്ന് ചേരാത്തതായ സാഹചര്യം, അല്ലെങ്കിൽ നിങ്ങൾ അധ്വാനിച്ച് ഉണ്ടാക്കിയിട്ടുള്ളതായ ധനം ചില വ്യക്തികൾ കടം വാങ്ങിയതിനു ശേഷം തിരികെ തരാത്തതായ സാഹചര്യം, അപ്രകാരം ധനനഷ്ടം നിങ്ങൾക്ക് നേരിട്ടിട്ടുണ്ടാകാം. അല്ലെങ്കിൽ പ്രതീക്ഷിക്കുന്ന ധനമാകാം, അത് നിങ്ങളിലേക്ക് വന്ന് ചേരാത്തതായ സാഹചര്യം. നിങ്ങൾക്ക് ലഭിക്കേണ്ടതായ ധനമാകാം, കാലതാമസം നേരിടുന്നതായ സാഹചര്യം. ഇത്തരത്തിലുള്ള അവസരങ്ങളിൽ ധന ആവശ്യങ്ങൾക്കായി ചെയ്യുവാൻ സാധിക്കുന്ന ഏറ്റവും ലളിതവും എന്നാൽ ഏറ്റവും ശക്തവുമായ ഒരു പരിഹാരത്തെക്കുറിച്ചാണ് ഈ അധ്യായത്തിലൂടെ ഇനി പരാമർശിക്കാനായി പോകുന്നത്. ഈ ഒരു പരിഹാരത്തിന്റെ പ്രത്യേകത ആർക്കും എളുപ്പത്തിൽ ചെയ്യുവാൻ സാധിക്കുന്നു എന്നുള്ളതാണ്. ആ പരിഹാരത്തെക്കുറിച്ച് ഈ അധ്യായത്തിലൂടെ വിശദമായി തന്നെ മനസ്സിലാക്കാം. ഈ കാര്യം നിങ്ങൾ ചെയ്യുമ്പോൾ ചില കാര്യങ്ങളിൽ പ്രധാനമായും ശ്രദ്ധ പുലർത്തേണ്ടതായിട്ടുണ്ട്. ഈ കാര്യങ്ങൾ ചെയ്യുന്നതിനോടൊപ്പം മറ്റ് ചില കാര്യങ്ങൾ കൂടി നിങ്ങൾ പ്രവർത്തിക്കേണ്ടതായിട്ടുണ്ട്. അതിൽ ആദ്യത്തേതായ കാര്യം നെഗറ്റീവായ ചിന്തകൾ പൂർണ്ണമായും മനസ്സിൽ നിന്നും ഒഴിവാക്കുക എന്നതാണ്. പൂർണ്ണമായും പോസിറ്റീവായ ഊർജം നിങ്ങളിൽ നിലനിർത്തേണ്ടത് അല്ലെങ്കിൽ നിറയ്ക്കേണ്ടത് അനിവാര്യമാണ്. പോസിറ്റീവായ ഊർജത്തോടെ തന്നെ നിങ്ങൾ മുന്നോട്ട് പോകേണ്ടതായിട്ടുണ്ട്. ഏത് കാര്യത്തെയും അപ്രകാരമായിരിക്കണം നിങ്ങൾ സമീപിക്കേണ്ടത്. രണ്ടാമത്തേതായ കാര്യം, നിങ്ങളിൽ നിന്നും മടി പൂർണ്ണമായും ഒഴിവാക്കുക, അലസത ഒഴിവാക്കുക എന്നുള്ളതാണ്. കൂടാതെ നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കുന്ന മറ്റൊരു കാര്യം, നിത്യവും അതിരാവിലെ ഉണരുകയും വീടുകളിൽ വിളക്ക് തെളിയിക്കുകയും ചെയ്ത് നിങ്ങളുടെ വീടിന്റെ ഐശ്വര്യം വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ്. വീട്ടിലുള്ള ആ മൂദേവി സാന്നിധ്യത്തെ പൂർണ്ണമായും നിങ്ങൾ ഒഴിവാക്കേണ്ടതായിട്ടുണ്ട്. അതിരാവിലെ ഉണർന്ന് നിങ്ങൾ വിശ്വസിക്കുന്നത് അത് ഏതൊരു ശക്തിയാണ് എങ്കിലും ആ ശക്തിയെ പ്രാർത്ഥിക്കുകയെങ്കിലും നിങ്ങൾ ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്രകാരം നിങ്ങളിൽ പോസിറ്റീവായ ഊർജം വർദ്ധിപ്പിക്കുക. ഈ കാര്യങ്ങൾ നിങ്ങൾ ആദ്യം ചെയ്തതിന് ശേഷം ഈ ഒരു കർമ്മം നിങ്ങൾക്ക് ചെയ്യാം. അല്ലെങ്കിൽ ഈ കർമ്മം ചെയ്തതിന് ശേഷം അല്ലെങ്കിൽ ചെയ്യുന്ന ദിവസം മുതൽ നിങ്ങൾക്ക് ഇത് ആരംഭിക്കാവുന്നതുമാണ്. നിങ്ങളുടെ സൗകര്യാർത്ഥം നിങ്ങൾക്ക് ചെയ്യാം. എന്നാൽ വീടും പരിസരവും എപ്പോഴും വൃത്തിയായിരിക്കുകയും വീടിന്റെ ഉൾഭാഗവും അപ്രകാരം വൃത്തിയോടെ ശുദ്ധിയോടെ നിങ്ങൾ സൂക്ഷിക്കുകയും ചെയ്യുക. ഇപ്രകാരം ചെയ്യുകയും ഈ ഒരു പരിഹാരം കൂടി ചെയ്യുന്നതിലൂടെ ധനസ്ഥിതി പെട്ടെന്ന് ഉയരുന്ന ഒരു സാഹചര്യമായിരിക്കും നിങ്ങളുടെ ജീവിതത്തിൽ രൂപപ്പെടുക. ഈ കർമ്മം ചെയ്യുവാൻ 2 സമയം നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം. അതിൽ ആദ്യത്തേതായ സമയം ബ്രാഹ്മമുഹൂർത്ത സമയമാണ്. രണ്ടാമത്തേതായ സമയം നിങ്ങൾ കിടക്കുന്നതിന് മുൻപുള്ള സമയമാണ്. ഇതിൽ ഒരു ബീജാക്ഷരം കൂടി അല്ലെങ്കിൽ ഒരു നാമം കൂടി എഴുതുന്നതിനാൽ ശരീരശുദ്ധിയും മനഃശുദ്ധിയും നിങ്ങൾക്ക് അനിവാര്യമാണ്. അതിനാൽ അത്തരത്തിലുള്ള സമയമാണ് നാം ഈ ഒരു കാര്യത്തിന് തിരഞ്ഞെടുക്കേണ്ടത്. ആ കാര്യവും നിങ്ങൾ ഓർക്കുക. ഇനി ചെയ്യാനായി നിങ്ങൾ പ്രധാനമായും ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾക്ക് സ്വസ്ഥത ലഭിക്കുന്ന പോസിറ്റീവായ ഊർജം ലഭിക്കുന്ന ഒരിടത്ത് നിങ്ങൾ ഇരിക്കുക എന്നതാണ്.
ചുറ്റും മറ്റ് വ്യക്തികൾ ഉണ്ടാകണം എന്നില്ല. അത് കുടുംബാംഗങ്ങളാണ് എങ്കിലും നിങ്ങൾക്കൊപ്പം നിൽക്കണം എന്നില്ല. നിങ്ങൾ ഒറ്റയ്ക്ക് ചെയ്യുന്നതായിരിക്കും കൂടുതൽ ഉത്തമം. പ്രത്യേകിച്ചും ബ്രാഹ്മമുഹൂർത്തത്തിൽ കുളിച്ച് വിളക്ക് തെളിയിച്ചതിന് ശേഷമോ നിങ്ങൾ വിശ്വസിക്കുന്നതായ ശക്തിയെ പ്രാർത്ഥിച്ചതിന് ശേഷമോ ചെയ്യുകയാണ് എങ്കിൽ അത് കൂടുതൽ ഉത്തമവുമാണ്. അതിനായി ആവശ്യമുള്ളത് വെളുത്ത അഥവാ വെള്ള നിറത്തിലുള്ള പേപ്പറാണ്. ഈ പേപ്പറിൽ മറ്റ് എഴുത്തുകളൊന്നും പാടുള്ളതല്ല. ഒരു പേപ്പർ, അത് ചെറിയ ഒരു പേപ്പറാണ് വേണ്ടത്. A4 ഷീറ്റിന്റെ ചെറിയൊരു ഭാഗം നിങ്ങൾ കീറിയെടുക്കണം. ശേഷം ഞാൻ ഈ പരാമർശിക്കുന്ന നാമം, ബീജാക്ഷരം അഥവാ ദേവിയുടെ ഏറ്റവും ശക്തിയാർന്ന ബീജാക്ഷരം ആദ്യം നിങ്ങൾ ആ പേപ്പറിൽ എഴുതുക. പച്ച മഷി ഉപയോഗിക്കുന്നതാണ് ഏറ്റവും ഉത്തമം. ആദ്യം ക്ലീം എന്ന് നിങ്ങൾ എഴുതണം. ക്ലീം എന്ന് എഴുതുക. ക്ലീം എന്ന് എഴുതിയതിന് ശേഷം ശുക്രന്റെ അതിവിശേഷപ്പെട്ടതായ നമ്പർ കൂടി നിങ്ങൾ അതിന് താഴെയായി എഴുതണം. ശുക്രന്റെ ഈ നമ്പറിന് അത്രമേൽ പ്രാധാന്യമുണ്ട്. ശുക്രപ്രീതിയാൽ ഒരു വ്യക്തിക്ക് അത്രമേൽ ഉയർച്ചയും സൗഭാഗ്യവും സമ്പൽ സമൃദ്ധിയും നേടുവാൻ സാധിക്കും എന്ന് ഏവർക്കും അറിയാം. ആ ഒരു സൗഭാഗ്യം തന്നെയാണ് നിങ്ങളിലേക്ക് വന്നു ചേരുക. അതിനായി നിങ്ങൾ ചെയ്യേണ്ടത് ഞാൻ ഈ പരാമർശിക്കുന്ന നമ്പർ എഴുതുക എന്നതാണ്. നമ്പർ ഇപ്രകാരമാകുന്നു: 5 4 4 7 9 5 9 എന്ന നമ്പറാണ്. നമ്പർ ഒരിക്കൽ കൂടി പറയാം: 5 4 4 7 9 5 9 എന്ന നമ്പറാണ്. 544 79 59 എന്ന നമ്പർ. ആദ്യം ക്ലീം എന്ന് എഴുതുക. അതിനുശേഷം അതിന് താഴെയായി ഈ നമ്പർ കൂടി നിങ്ങൾ എഴുതണം. ഈ നമ്പറും ഈ ബീജാക്ഷരവും എഴുതുമ്പോൾ നിങ്ങൾ പറഞ്ഞുകൊണ്ട് വേണം എഴുതുവാൻ, പറയാതെ എഴുതരുത്. മനസ്സിൽ പറഞ്ഞുകൊണ്ട് ചെയ്യുന്നതാണ് ഏറ്റവും ഉത്തമം. അല്ലെങ്കിൽ സ്വയം കേൾക്കാവുന്ന ശബ്ദത്തിൽ നിങ്ങൾക്ക് പറയാം. ഒരിക്കലും നിങ്ങൾ വളരെ ഉച്ചത്തിൽ പറയാൻ പാടുള്ളതല്ല. അത് ശുഭകരമാകണം എന്നില്ല. മറ്റുള്ളവർ ഈ കാര്യങ്ങൾ കേൾക്കുന്നതും, അത് പുറമേയുള്ള ഒരു വ്യക്തിയാകാം, അവർ കേൾക്കുന്നത് നിങ്ങൾക്ക് ശുഭകരമാകണം എന്നില്ല. അതിനാൽ കൂടിയാണ് ഈ ഒരു കാര്യം പരാമർശിക്കുന്നത്. ഇപ്രകാരം നിങ്ങൾ എഴുതി വിളക്ക് തെളിഞ്ഞിട്ടുണ്ട് എങ്കിൽ വിളക്കിന് മുൻപിൽ വയ്ക്കുന്നത് ഏറ്റവും ഉത്തമമാണ്. അതിനാൽ അതിരാവിലെ ചെയ്യുന്നതായിരിക്കും ഏറ്റവും ഉത്തമം. വിളക്ക് തെളിയിച്ച് പ്രാർത്ഥിച്ചതിന് ശേഷം ഇപ്രകാരം എഴുതി ഈ പേപ്പർ, ഈ ചെറിയ പേപ്പർ നിങ്ങൾ മടക്കാതെ പൂജാമുറിയിൽ സമർപ്പിക്കുക. ശേഷം നിങ്ങൾ എടുത്ത് നിങ്ങൾക്ക് പേഴ്സിൽ മടക്കാതെ തന്നെ വയ്ക്കണം. പേഴ്സിൽ മടക്കാതെ വേണം വയ്ക്കുവാൻ എന്ന കാര്യം പ്രത്യേകം ഓർക്കുക. ഇനി വിളക്കിന് മുൻപിൽ സമർപ്പിക്കാൻ സാധിച്ചില്ല എങ്കിലും കുഴപ്പമില്ല. ഇപ്രകാരം നിങ്ങൾക്ക് ഒന്നോ ഒന്നിലധികം തവണയോ എഴുതാം. അതായത് ഒന്ന് നിങ്ങളുടെ സ്ഥാപനത്തിൽ വയ്ക്കുവാനോ പേഴ്സിൽ വയ്ക്കുവാനോ എടുക്കാം. മറ്റൊരെണ്ണം ഇതേപോലെ എഴുതി അത് നിങ്ങൾ പണം സൂക്ഷിക്കുന്ന ഇടത്തോ നിങ്ങളുടെ വീട്ടിലോ സൂക്ഷിക്കാവുന്നതാണ്. എന്നാൽ നിങ്ങൾ മടക്കാതെ ഒട്ടിച്ചു വയ്ക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. പേഴ്സിലോ നിങ്ങളുടെ സ്ഥാപനങ്ങളിലോ ഇപ്രകാരം തന്നെ സൂക്ഷിക്കണം. ഇനി എപ്പോഴാണ് നിങ്ങൾക്ക് ഇത് മാറ്റേണ്ടത് എന്ന് കൂടി മനസ്സിലാക്കാം. 90 ദിവസങ്ങൾക്ക് ശേഷം ആവശ്യമുണ്ട് എങ്കിൽ മാറ്റാം, ഇല്ല എങ്കിൽ നിങ്ങൾ മാറ്റേണ്ടതായിട്ടില്ല. അല്ലെങ്കിൽ കീറി തുടങ്ങുന്നതായ കേടുപാടുകൾ സംഭവിക്കുന്നതായ സാഹചര്യത്തിലും നിങ്ങൾക്ക് മാറ്റി വീണ്ടും ഇപ്രകാരം എഴുതാവുന്നതാണ്. ഈ ഒരു കാര്യം ചെയ്യുമ്പോൾ പലരും ചെയ്യുന്നതായ തെറ്റ്, ഈ കാര്യം പ്രവർത്തിച്ചതിന് ശേഷം മറ്റൊരു വ്യക്തിയോട് ഈ കാര്യങ്ങളെക്കുറിച്ച് പറയുക എന്നതാണ്. അത് പാടുള്ളതല്ല. അത് നിങ്ങൾ രഹസ്യമായി തന്നെ സൂക്ഷിക്കേണ്ടതായിട്ടുണ്ട്.
നിങ്ങളുടെ കുടുംബാംഗങ്ങൾ ഒഴിച്ച് മറ്റാരും ഇത് അറിയേണ്ടതായിട്ടില്ല. മറ്റുള്ളവർ കാണുന്ന രീതിയിൽ ഇത് ഒട്ടിച്ചു വയ്ക്കേണ്ടതായിട്ടില്ല എന്ന കാര്യവും പ്രത്യേകം ഓർക്കണം. ഈ കാര്യങ്ങൾ ശരിയായ രീതിയിൽ നിങ്ങൾ പ്രവർത്തിക്കുകയും പൂർണ്ണ വിശ്വാസം നിങ്ങൾക്ക് വന്ന് ചേരുകയും അഥവാ പൂർണ്ണ വിശ്വാസത്തോടെയാണ് ഈ കാര്യം ചെയ്യുന്നത് എങ്കിൽ തീർച്ചയായും ഫലസിദ്ധി നിങ്ങളിലേക്ക് വന്നു ചേരും. ചിലർക്ക് പെട്ടെന്ന് തന്നെ കാര്യം നടന്നു എന്ന് വരാം. ചിലർക്ക് കർമ്മഫലത്താൽ അല്പം കൂടി സമയം നീണ്ടുപോയി എന്ന് വരാം. ഈ സമയം നിങ്ങൾ പരിശ്രമങ്ങൾ നടത്തുകയും പോസിറ്റീവായ ഊർജം നിങ്ങളിലേക്ക് ഈശ്വരാധീനം നിങ്ങൾ വർദ്ധിപ്പിച്ചുകൊണ്ടേ ഇരിക്കുക. അത് നിങ്ങൾക്ക് പെട്ടെന്ന് ഫലസിദ്ധി നൽകുവാൻ സഹായകരമായി തീരും. സാധിക്കുന്ന അവസരങ്ങളിൽ ക്ഷേത്ര ദർശനം നടത്തുകയോ നിങ്ങൾ വിശ്വസിക്കുന്ന ശക്തിയുടെ നാമം നിത്യവും ഉരുവിടുകയോ ചെയ്യുക. അല്ലെങ്കിൽ നിത്യവും നിങ്ങൾ വിശ്വസിക്കുന്ന ശക്തിയെ പ്രാർത്ഥിക്കുക. ഈ കാര്യങ്ങൾ പൂർണ്ണ വിശ്വാസത്തോടെ തന്നെ ചെയ്യുക.